ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന, അതായത് ഈ ആഴ്ച വരാനിരിക്കുന്നതും അതുപോലെ നാളെ വരാനിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു ഞായറാഴ്ചയും ഒക്കെ ആശംസിച്ച് നമുക്ക് സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ പരമാവധി കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയന ഒരു അടിപൊളി ഡിസൈൻ ഒക്കെ വരച്ചു കൊടുത്തു മാളവികയ്ക്ക്. അപ്പൊ മാളവിക അതുമായിട്ട് ഡേവിഡിന്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പൊ അടിപൊളിയാണ് ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ മാളവിക വരച്ചു, മാളവിക വലിയ ഡിസൈനർ ഒക്കെ ആയിട്ടാണല്ലോ അങ്ങോട്ടേക്ക് ജ്വല്ലറിയിലേക്ക് ചെല്ലുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പൊ അങ്ങോട്ടേക്ക് ചെന്ന് ഈ ഡിസൈൻ കാണിച്ചു കഴിഞ്ഞപ്പോ ഡേവിഡിന് ഈ ഡിസൈനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് അറിവോ വിവരമോ ബോധമോ ഒന്നുമില്ല. ഏതായാലും അത് നോക്കിയിട്ട് നമ്മുടെ ഡേവിഡ് പറഞ്ഞു, ഇതത്രയ്ക്ക് പോരല്ലോ എന്ന്. അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് നമ്മുടെ മാളവിക ചോദിച്ചു, ഇതെന്ത് സാറേ ഇതത്രയ്ക്ക് പോരല്ലോ എന്ന് പറയുന്നത്? കാരണം ഞാൻ വരച്ചതിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഡിസൈനാണ് ഇത്. അപ്പൊ ഇതുവരെ ഞാൻ ചെയ്തതിൽ അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ഇത് കണ്ടിട്ട് സാറ് നല്ലൊരു അഭിപ്രായം പറഞ്ഞില്ല എങ്കിൽ സാറ് ഇത് എൻ്റെ കഴിവിനെ അല്ലെങ്കിൽ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നത് പോലെ ആയി പോകില്ല എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഞാൻ പറയാം, നോക്കട്ടെ ഞാൻ പറയാം, പിന്നെ എല്ലാം അങ്ങ് നല്ലതാണെന്നങ്ങ് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എങ്കിലും സാറെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്, നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. സാധാരണ ഒരു ഡിസൈനൊക്കെ പെട്ടെന്ന് അല്ലെങ്കിൽ കാണുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നവർക്ക് ഈ ഒരു ഡിസൈൻ പെട്ടെന്ന് മനസ്സിലാകും, നല്ലതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡേവിഡ് അവിടെ നിന്ന് ബബ്ബ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഡേവിഡിന് കാര്യമായിട്ടൊന്നും അറിയത്തില്ല ഈ ഡിസൈനെ കുറിച്ചൊന്നും. ഏതായാലും നമ്മുടെ ഡേവിഡ് ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്, നമ്മുടെ അഭിയുടെ അച്ഛനും പെങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്, നാഗേന്ദ്രനെ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നാഗേന്ദ്രൻ ഈ ഡിസൈൻ കണ്ടപ്പോഴത്തേക്കും വാവ് സൂപ്പർ അടിപൊളിയാ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഡേവിഡ് ശരിയാണല്ലോ, ഇനിയിപ്പോൾ എന്താ പറയും, ഞാൻ ഇനി മാറ്റി പറയണമല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് മാളവിയോട് പറയുന്നുണ്ട്, അതെ ഈ ഡിസൈൻ സൂപ്പറൊക്കെ തന്നെയാണ്, ഞാനത് കൊള്ളില്ല എന്ന് പറഞ്ഞതൊന്നുമല്ല, പക്ഷേ മറ്റുള്ളവരുടെ അഭിപ്രായം, അതായത് അവരുടെയും കൂടെ അഭിപ്രായമൊക്കെ കേട്ടിട്ട് പറഞ്ഞാൽ പോരേന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതാ, അല്ലാതെ ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാളവിക ഓക്കെ സാർ, ഏതായാലും സാറ് പറഞ്ഞല്ലോ നല്ലതാന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ 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 അവരും അയച്ചു തന്നത് നല്ലതാണെന്ന് സൂപ്പറാന്ന് പറഞ്ഞ് അയച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ നാഗേന്ദ്രനും അതുപോലെ തന്നെ മോളും കൂടെ സംസാരിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും, ഈ പ്രാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജ്വല്ലറി മുന്നോട്ടേക്ക് പോകും. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് ആരാണെന്ന് ഓർത്തോണ്ടാ, ആദർശ് തകർന്ന് തരിപ്പണമായി. അതുപോലെ ഇപ്പൊ മൂർത്തീസ് ജ്വല്ലറിയുടെ തരിപ്പണം, അതായത് മൂർത്തീസ് ജ്വല്ലറിയുടെ അട്ടിത്തറ മാതിയില്ലേ നമ്മള്. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം വിഷുവിനും ഇനി വരാൻ പോകുന്ന ഓണത്തിനും ഒക്കെ നമുക്ക് അടിച്ചങ്ങോട്ട് തകർത്തങ്ങോട്ട് കയറാം. അതായത് അമിത ആത്മവിശ്വാസമാണ് കേട്ടോ. ഏതൊരാളെയും അമിത ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആപത്തിൽ ചെന്ന് ചാടാൻ ഇടയാകും. അതുപോലെ തന്നെയാണ് ഈ പറയുന്നത് നമ്മുടെ നാഗേന്ദ്രന്റെ മകളും ഒക്കെ ചെന്ന് ചാടാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ആദർശിനി ഒരിക്കലും MD സീറ്റിൽ ഇരിക്കില്ല. അതുപോലെ തന്നെ ഇനി അവിടെ ഇരുന്നിട്ട് വലിയ കാര്യവും ഇല്ല. അപ്പൊ പിന്നെ എന്താ, നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി തകർന്ന് തരിപ്പണമാകും. മാത്രമല്ല ഇവരിപ്പോൾ ഇത്രയും നേടിയത് കൊണ്ട് അമിതമായ ഒരു ആത്മവിശ്വാസം വന്നിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അച്ഛനും മോക്കും ഭയങ്കര ആത്മവിശ്വാസം, ഭയങ്കര ചിരിയും കളിയും, ഏതാണ്ട് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി തകർന്ന മട്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഇവര് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മാളവിക വിളിച്ച് നയനോടും ആദർശിനോടും പറയുന്നുണ്ട്, ഞാൻ ഏതായാലും ആ ഡിസൈൻ കൊണ്ട് കാണിച്ചു, അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരെ എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കും, ഇങ്ങനെ ഈ ഡിസൈനൊക്കെ വരച്ച് സാധിക്കും. പക്ഷെ ഇതിന്റെ പിന്നിൽ ഉള്ളത് ആരാണെന്ന് നമുക്ക് ഉടനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ആദർശ് സാറേ എന്ന് പറയുമ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, ഞാൻ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഏതായാലും ഒരു ആൾമാറാട്ടം ചിലപ്പോൾ നടത്തേണ്ടി വരും ഇനിയും. അപ്പൊ ഞാൻ ഏതായാലും ഇറങ്ങി തിരിച്ചു, ഇനിയിപ്പം അതിന്റെ അടിവാരം മാതാതെ എനിക്ക് ഇനി സമാധാനമില്ല. കാരണം ഞാൻ അപമാനപ്പെട്ടുകൊണ്ടിരിക്കുക, എൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ, മുത്തച്ഛൻ്റെ മുമ്പിൽ, വല്യച്ഛൻ്റെ മുമ്പിൽ, അനിയുടെ മുമ്പിൽ, എൻ്റെ അമ്മയുടെ മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു പുഴുവിൻ്റെ അത്രേ ഉള്ളൂ. ഇനിയിപ്പം എനിക്ക് അങ്ങനെ നിൽക്കാനായിട്ട് പറ്റില്ല. എന്നെ ആര് തകർത്തോ എങ്ങനെ തകർത്തോ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം എനിക്ക് എന്നിങ്ങനെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനിയെ തന്നെയാണ്. അപ്പം ദേവയാനിക്ക് ഭയങ്കര സങ്കടമാണ്, നയനെ ഇങ്ങോട്ടേക്ക് വരാത്തതിന്റെ ഒക്കെ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിലാണ് ജലജ ഇങ്ങനെ പണിയൊക്കെ ചെയ്യാതെ മാറി ഇങ്ങനെ ഏതെങ്കിലും മൂലയ്ക്ക് നമ്മുടെ ദേവയാനിയെ കാണാതെ മുങ്ങി 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 നടക്കുക. ദേവയാനിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ പണിയെല്ലാം നമ്മുടെ
ജലജ ചെയ്യേണ്ടി വരില്ല. അപ്പം ജലജ അതും ഇതുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഭിയോടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ച് പിടിപ്പിച്ച് വെക്കുകയാണ്. നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം നീങ്ങാനായിട്ട്. ഏതായാലും നവ്യനെ മുറുക്ക പിടിച്ചോണം. അവൾ നമ്മളിൽ നിന്ന് ഒരിക്കലും തിരിയരുത് മോനെ. അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ നീ ഇപ്പം അവള് പറയുന്നത് കേൾക്കണമെന്ന് ചോദിച്ചാൽ അതും കേൾക്കണം. അതുപോലെ അവളുടെ മുമ്പിൽ അവൾ പറയുന്നത് കേട്ടതായിട്ട് നീ അഭിനയിക്കണം. പക്ഷെ ദേവയാനിയുടെയും ബാക്കി എല്ലാവരുടെയും മുമ്പിൽ അവർ പറയുന്നത് കേട്ടതായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നമ്മയെ സത്യമായിട്ടും ഞാൻ എല്ലാത്തിൻ്റെയും മുമ്പിൽ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കും. ഈ ചെകുത്താനും കടലിനും നടുക്കെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതിപ്പോഴെനിക്ക് സത്യമായിട്ട് തോന്നുന്നത്. ഞാൻ നവ്യയുടെ കാര്യം നോക്കണം. അവള് സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ പന്ത് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം ദേവയാനി അതായത് അമ്മായി പറയുന്നത് കേൾക്കണം. ആര് പറയുന്നത് ഞാൻ കേൾക്കും. മറ്റേ പിശാശു കൊച്ചാണെങ്കിൽ മുന്നിൽ നിൽക്കുക. ഇനിയിപ്പം അവളുടെ കാര്യമല്ലോ പിശാശു കൊച്ചിൻ്റെ കാര്യമല്ലോ നമ്മുടെ നവ്യ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ കേസായി എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഒരിക്കലും അറിയാൻ പാടില്ല. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും അറിയാൻ പാടില്ല. നമ്മൾ നോക്കിയും കണ്ട് നിന്നാലേ കാര്യങ്ങളൊക്കെ ശരിയാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ജലജ ഇങ്ങനെ അഭിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അഭി പറയുന്നുണ്ട് ഞാൻ പരമാവധി മാക്സിമം ശ്രമിക്കാമേ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു അതായത് ഇവർക്കും ഉണ്ടല്ലോ ഷെയർ. അപ്പൊ ആ ഒരു ഷെയർ പിടിച്ചെടുക്കുന്നത് വരെ എങ്ങനെയെങ്കിലും അഭിനയിച്ച് തന്നെ നിൽക്കാൻ തന്നെ ഞാനും തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ നവ്യ വന്ന് അഭിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. അഭിയോട് പറയും എത്രയും പെട്ടെന്ന് AM ജ്വല്ലറിയിൽ നീയെ ജോയിൻ ചെയ്യണം. കാരണം അവർ വലിയൊരു തുക തന്നെ ഓഫർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവരുടെ മനസ്സ് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അഭി നിനക്ക്? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് AM ജ്വല്ലറിയിൽ നീ എങ്ങനെയെങ്കിലും വരണം. നമുക്ക് രണ്ടുപേർക്കും കൂടെ അവിടെ ജോലി ഉണ്ടെങ്കിൽ ഇവരുടെ ആരുടെയും കാല് പിടിക്കേണ്ടതോ ഇവരുടെ വിഹിതം നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? അവരും ഇവരും ഇരും പേനും ഒന്നും പറയുന്നത് കേൾക്കേണ്ട ഒരാവശ്യമില്ല. ഞാനല്ലേ പറഞ്ഞത് ധൈര്യമായിട്ട് വന്നോളാം. ഒന്നാമത് ഡേവിഡ് സാറൊക്കെ കാത്തിരിക്കുക, നീ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കാത്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ കിട്ടാത്ത നിലയും വിലയും നമുക്ക് അവിടെ കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് പൊക്കൂടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവ്യ നീ ഇങ്ങനെ പ്രഷർ ചെയ്യും, ഇവിടെ നീ ഇങ്ങനെ പറയുമ്പം എനിക്ക് വരാനായിട്ട് സാധിക്കും. ഇപ്പം ഏതായാലും ഒരു 80% വരാനുള്ള ആ ഒരു ഇത് സെറ്റായില്ലോ. അപ്പം ബാക്കിയും കൂടെ നീ ഇപ്പം ഏത് നേരം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ വരും, നമുക്ക് AM ജ്വല്ലറിയിൽ ഞാനും വരും, അത് ഉറപ്പായ കാര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി വെച്ച് താമസിപ്പിക്കില്ല അഭി. കാരണം നമ്മുടെ കൊച്ചിൻ്റെ കാര്യവും നമ്മുടെ കാര്യമൊക്കെ നമ്മൾ തന്നെ നോക്കിയാലേ നടക്കത്തുള്ളൂ. അല്ലാതെ അനന്തപുരി തറവാട്ടിനെ പ്രതീക്ഷിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. പിന്നെ അവരെ വില കൽപ്പിക്കുന്നതും വില കൊടുക്കുന്നതും പെണ്ണുപിടിയനും അതുപോലെ തന്നെ വീട് തോറും വഴിയോരം കയറി മക്കളെ ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ് അവരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് താങ്ങിയും പിടിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അഭി. അതുകൊണ്ട് അഭി ഞാൻ പറയുന്ന ഇതെങ്കിലും കേൾക്കണമെന്ന് പറയുമ്പോൾ നവ്യ നീ പറയുന്ന നല്ലത്, ഞാൻ ആര് പറയുന്ന മോളെ കേൾക്കുന്നത്, നീ പറയുന്നതല്ലേ ഞാൻ കേൾക്കാറുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് താന്ന് നമ്മുടെ അഭി നവ്യനെ അങ്ങ് സോപ്പിടുന്നുണ്ട്. ഏതായാലും നമ്മുടെ കനകയ്ക്കും ഗോവിന്ദനും അറിയാലോ കാര്യങ്ങളൊക്കെ. അപ്പം കനകയ്ക്കാണെങ്കിൽ നമ്മുടെ നവ്യ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അങ്ങ് തരിച്ചു കയറുകയാണ്. അപ്പം ഈ നവ്യ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഒരുപക്ഷെ അടങ്ങും, നവ്യ അടങ്ങും. ഈ AM ജ്വല്ലറി ആയിട്ടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിക്കും. കാരണം അടങ്ങിക്കോളും നവ്യ. അപ്പം അതുകൊണ്ട് നമ്മുടെ കനക എന്ത് ചെയ്യുന്നു, കനക നേരെ വിളിക്കുകയാണ്, മോളെ എനിക്ക് നിന്നെ ഒന്ന് കാണും. മോളെ എന്നൊന്നും അല്ല വിളിക്കുന്നത്, നവ്യ എനിക്ക് നിന്നെ ഒന്ന് കാണുന്നത്. അപ്പം അമ്മ എന്നത്തിന് എന്നെ കാണുന്നത്? അമ്മയ്ക്ക് കാണാൻ അമ്മയുടെ മരുമകനും മോളും ഒക്കെ ഉണ്ടല്ലോ, അവരെ പോരെ. ഞാൻ ആരാ? ഞാൻ നിങ്ങളുടെ ആരും അല്ലോ എന്ന് പറയുമ്പം നവ്യ എനിക്ക് നിന്നെ കണ്ടേ പറ്റത്തുള്ളൂ, എനിക്ക് ഇതിനോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യമൊക്കെ നമ്മുടെ നയനല്ലാട്ടോ സോറി നവ്യയെ, പേര് ഇടയ്ക്ക് മാറിപ്പോകുന്നുണ്ട്, നിങ്ങൾ ക്ഷമിച്ചോണേ. അപ്പം നമ്മുടെ നവ്യനെ ഇങ്ങനെ വിളിച്ചിട്ട് ആദ്യമൊക്കെ നവ്യ സമ്മതിച്ചില്ല കേട്ടോ. നവ്യ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ നമ്മുടെ നവ്യ എന്നാ പിന്നെ ഞാൻ വരാം, ഇനിയിപ്പം ഞാൻ വരാതെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ കനകയും ഗോവിന്ദനും കൂടെ കാണാൻ പോകുന്നുണ്ട് നമ്മുടെ നയനെ. അപ്പം ഗോവിന്ദൻ പോകുന്നില്ല തോന്നുന്നുണ്ട്, സോറി ഗോവിന്ദൻ പോകുന്നില്ല. നമ്മുടെ കനക പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ അവിടെ വന്ന് സംസാരിക്കുന്നുണ്ട്, മോൾക്ക് ഇഷ്ടമുള്ളതെല്ലാം നീ ഉണ്ടാക്കിക്കൊണ്ട് പോ, ഒന്നും ഇനി ബാലൻസ് വെക്കുമൊന്നും വേണ്ട, എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പോകണം. ഇനിയിപ്പോൾ ഉടനെ നീ ഇപ്പം തിരിച്ചു വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഒരാഴ്ച നീ ഒരു കാര്യം ചെയ്യുക, നീ നയനയുടെ കൂടെ നിൽക്കാൻ പറയുമ്പോഴത്തേക്കും അവിടെ ഞാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ അവൾക്ക് നല്ല ടേസ്റ്റുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ, പിന്നെ നമ്മുടെ കടമയുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഞാനിതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. അതുമാത്രമല്ല ഞാൻ അവിടെ ചെന്ന് അവിടെ നിർത്തത്തില്ല,
അച്ഛൻ ഇവിടെ തന്നെയല്ലേ ഉള്ളൂ എന്ന് അവള് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സാരമില്ല. മാത്രമല്ല നന്ദു ഇവിടെ തന്നെയല്ലേ ഉള്ളൂ, അവളുടെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം. അവളുടെ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തൊന്നുമില്ല. അതെ, കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ആണല്ലോ. അവൾക്ക് എന്തൊക്കെയോ അവളെ അലട്ടുന്നുണ്ട് നന്ദുവിനെ. അപ്പം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒന്നും ശരിയാവത്തില്ല. അതുകൊണ്ട് നയന വഴക്കും പറയും. ഇപ്പം ഞാൻ പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അച്ചപ്പം കുഴലപ്പം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ നയനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് നേരെ ചെല്ലുകയാണ് നയനയുടെ അടുത്തേക്ക്. അങ്ങനെ നയനയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും നയന കയറി വാ അമ്മയെന്നൊക്കെ പറയുന്നപ്പം നയനെ പോയി കനകദുർഗ ഇങ്ങനെ കെട്ടിയൊക്കെ പിടിച്ചിട്ട് മോക്ക് എന്താ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ എന്ത് സുഖമേ, സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അനന്തപുരി തറവാട്ടിലെ ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവിടെ തിരിച്ചു പോകുന്നത് വരെ ആ ഒരു മിസ്സിങ് എനിക്ക് ഉണ്ടായിരിക്കും. എനിക്ക് മാത്രമല്ല ആദർശേട്ടനും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആദർശേട്ടനും അങ്ങോട്ടേക്ക് പോകാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. ഉടനെ തന്നെ ആദർശേട്ടൻ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കുക. ആദർശേട്ടൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതേ മോളൊക്കെ അനന്തപുരി തറവാട്ടിൽ തന്നെ പോകണം. ആദ്യത്തെ കുഞ്ഞല്ലേ നിന്റെ, ആദ്യത്തെ കുഞ്ഞാണ്, അത് അനന്തപുരി തറവാട്ടിൽ തന്നെ പിറക്കണം. അതാണ് വേണ്ടത് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും, അതുപോലെ അവിടെ എല്ലാവർക്കും അതാണ് സന്തോഷമാകുന്നത്. നിന്റെ കുഞ്ഞിനെ ഓമനിക്കാനും താലോലിക്കാനൊക്കെ ആയിട്ട് ദേവയാനിയും അതുപോലെ ജയനും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ നോക്കിക്കോ ഉണ്ടാകും, ഉടനെ തന്നെ അത് ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ കനകദുർഗ പറയുന്നുണ്ട്. അപ്പോഴും കനകദുർഗയുടെ മനസ്സിലിരിക്കുന്നത് എങ്ങനെയെങ്കിലും സത്യങ്ങൾ നവ്യനെ അറിയിക്കണം, നവ്യയുടെ ഈ വെടുങ്കെട്ട സ്വഭാവം ഒന്ന് അവസാനിപ്പിക്കണം. നവ്യയുടെ അഹങ്കാരം ഈ വെടുങ്കെട്ട സ്വഭാവമൊക്കെ ഒന്ന് അവസാനിപ്പിക്കണമെങ്കിൽ സത്യം നമ്മുടെ നവ്യ അറിയണം, അല്ലാതെ പറ്റത്തില്ല. നവ്യയുടെ അഹങ്കാരം അവസാനിക്കത്തില്ല. അപ്പം അതിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ നയനോട് സംസാരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മുടെ നവ്യനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ നവ്യയുടെയും കുറെ കുറ്റമൊക്കെ പറഞ്ഞ് അതുപോലെ നന്ദുവിന്റെ കാര്യങ്ങളും അവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, അവളോട് എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് അവളുടെ വിവാഹം ഒന്ന് നടക്കണം, അവളുടെ വിവാഹം നടന്നില്ലെങ്കിൽ ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കനകദുർഗ അവിടെ നിന്ന് പോകുന്നത്. അപ്പം കനകദുർഗ അവിടെ നിന്ന് പോയി, കനകദുർഗ അവിടെ നിന്ന് നേരെ ചെന്നിട്ട് പിന്നെ കാണുന്നത് നവ്യനെയാണ്. അപ്പം നവ്യനെ കാണുകയാണ് കേട്ടോ. അപ്പം നവ്യനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ കനകദുർഗ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകളെ കണ്ട ആ ഒരു ഇതിലൊന്നും അല്ല, ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണോ, മുഖമൊക്കെ വീർപ്പിച്ച് കെട്ടി നിൽക്കുകയാണ്. അപ്പം നവ്യ വന്നിട്ട് ഓ ഈ മുഖം വീർപ്പിച്ച് കെട്ടി നിൽക്കുന്നത് കാണാനാണോ എന്നെ വിളിച്ചത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നെ കാണുമ്പോൾ മുഖത്തിനൊരു ഇതില്ലല്ലോ, ബാക്കിയുള്ള 2 മക്കളാണെങ്കിൽ ഇപ്പൊ ചെന്ന് കയറി കെട്ടിപ്പിടിച്ച് ഇരുന്നേനല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ ബാക്കിയുള്ള 2 മക്കൾക്കും വെളിവും വെള്ളിയാഴ്ചയുണ്ട്, നിനക്ക് നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയാനുള്ള വിവരമില്ല, വെള്ളിയാഴ്ച ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ എനിക്ക് വിവരം ബോധവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കും, ഞാനിപ്പോൾ ആരാണെന്ന് നമുക്ക് അറിയാലോ, ഞാനിപ്പം AM ജ്വല്ലറിയുടെ മോഡൽ തന്നെ സോറി ഫാഷൻ ഡിസൈനറാന്ന് പറയാൻ വന്നതാണ്. നമ്മുടെ മോഡലാണ്, ഡിസൈനർ നയനയാണല്ലോ, അപ്പം മോഡലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് വിവരമില്ലാഞ്ഞിട്ടാണല്ലോ അവരെന്നെ മോഡലാക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഞാൻ ആ ജ്വല്ലറിയിൽ കാലെടുത്ത് വെച്ചതോടുകൂടി തന്നെ വെച്ചടി കയറ്റമാണ് ഉണ്ടായത്. അറിയാലോ അനന്തപുരി തറവാട്ടിലെ മൂർത്തീസ് ജ്വല്ലറിയിൽ ഒരു മോട്ടലായിട്ട് പോയിട്ട് അതിൻ്റെ ഒരു പടി പോലും എന്നെ കയറ്റത്തില്ലായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത്, ഈ നവ്യ കാലെടുത്ത് കുത്തിയത് കൊണ്ടല്ലേ ഇപ്പം AM ജ്വല്ലറി പടർന്ന് പന്തളിച്ച് ഇപ്പം എന്തേ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ മേലെ പടർന്ന് പന്തളിച്ച് കയറിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകയ്ക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു നിർത്തടി നിന്റെ സംസാരം, നീ സംസാരിച്ചത് മതി, നിന്നെ ഞാനല്ലേടി പ്രസവിച്ചത്, നിന്റെ നാക്ക് അടക്കി വെക്കടി, നീ ആരാന്നോർത്തിട്ടാ നീ കിടന്ന് സംസാരിക്കും, നീ എന്തുവാ നീ വല്ലതും അറിഞ്ഞിട്ടാണോ നീ കിടന്ന് ആദർശിനെയും നയനെയും എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്റെ അഹങ്കാരം നിൽക്കണമെങ്കിൽ നീ ഇത് അറിയണോടി, ഈ സത്യം നീ അറിയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നവ്യ ഒന്ന് ഞെട്ടി കേട്ടോ. എന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും നുണക്കഥയായിട്ട് ഇറങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നുണക്കഥയാണോന്നേ നീ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. അതെ ആ വീട്ടിലൊരു മോളുണ്ടല്ലോ ചന്തുമോള്, ഇപ്പം ആദർശിന്റെയും നയനിയുടെയും മകളായിട്ട് വളരുന്ന ചന്തുമോള്, അത് ആരുടെ മകളാണെന്ന് നിനക്ക് അറിയാമോടി എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ഒന്ന് ഞെട്ടി കേട്ടോ. അപ്പം നവ്യ ഒന്നും മിണ്ടാകുന്നപ്പോഴത്തേക്കും അത് വേറെ ആരുടെയും മകളല്ല, നിന്റെ കെട്ടിയോനില്ലടി, നിന്റെ കെട്ടിയോന്റെ അവിഹിതത്തിലുണ്ടായ മകളാടി അതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ നവ്യ ആദ്യം ഒന്ന് ഞെട്ടി കേട്ടോ. എന്നിട്ട് പറഞ്ഞു ദേ വെറുതെ എൻ്റെ അഭിനെ കുറ്റം പറഞ്ഞുണ്ടല്ലോ, ഇപ്പോൾ ഒന്നും
തികഞ്ഞിട്ടാണോ ഇനിയിപ്പോൾ എൻ്റെ അഭിനയം കൂടെ കുറ്റം പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ അഭിനയം വെറുക്കാൻ വേണ്ടിയല്ലെന്ന് ചോദിച്ചപ്പോൾ നീ ആരെ വെറുത്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? നീ നിന്റെ ഭർത്താവ് സ്നേഹത്തോടു കൂടി പോകുന്നത് തന്നെ എനിക്കിഷ്ടം. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിന്റെ അഹങ്കാരം കുറയണമെങ്കിൽ ഇത് പറയണം. എടി, നിനക്ക് വേണ്ടിയാടി നിന്റെ അനിയത്തി ഇത്രയും നാള് ആ കുറ്റം അവളുടെ ഭർത്താവിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചിട്ട് ആ കുഞ്ഞിനെയും ചുമന്ന് വളർത്തി നടക്കുന്നത്. അത് നിനക്ക് വേണ്ടിയാണ്, നിന്റെ കുടുംബം പോകാതിരിക്കാൻ വേണ്ടി. ആ ഒരു ചിന്ത പോലും ഇല്ലല്ലോടി നിനക്കെന്ന് പറഞ്ഞു. നിനക്ക് സംശയം ഉണ്ടല്ലേ, നീയേ അഭി അറിയാതെ നീ DNA നടത്തി നോക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കൊക്കെ ഏകദേശം നമ്മുടെ നബിക്ക് കാര്യം പിടികിട്ടി കേട്ടോ. മാത്രമല്ല കനക പറയുകയും ചെയ്തു, ഇപ്പം അഭിയും ജലജയും കൂടി ചേർന്ന് ആ വീട്ടില് എല്ലാ ജോലികളും ചെയ്ത് ദേവയാനിയും അവിടെ ഉള്ളവരെല്ലാവരും പറയുന്നത് കേട്ട് നിപ്പുണ്ടെങ്കിൽ അത് ഭീഷണിയുടെ സ്വരം കേട്ടിട്ടാ. നിന്നോട് ഇത് പറയും എന്ന് അവർക്കറിയാം. അത് പറയാതിരിക്കാൻ വേണ്ടി ദേവയാനിയും അവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞാലും, ഇപ്പൊ തോട്ടിവേല ചെയ്യാൻ പറഞ്ഞാലും അവർ ചെയ്യൂടി എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നവ്യ ഒന്ന് ചുറ്റിക്കറങ്ങി ആലോചിച്ച് നോക്കിയപ്പോൾ ശരിയാണ്. അഭിയും നമ്മുടെ കനകദുർഗയല്ല ജലജയും കൂടെ ചേർന്ന് ആ വീട്ടിലെ എല്ലാ പണികളും അതുപോലെ ദേവയാനിയുടെ ഒക്കെ എടുത്ത് പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. ഒന്നും എന്താ പറയാ, നമ്മുടെ ദേവയാനിയുടെ ഒക്കെ ഇരട്ടി പറഞ്ഞുകൊണ്ടിരുന്ന ജലജ ഇപ്പം എല്ലാം കേട്ടനുസരിച്ച് ഒരു അടിമയെ പോലെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതൊക്കെ ശരിയാണല്ലോ എന്ന് നമ്മുടെ നവ്യ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും അഭി ഇതൊന്നും അറിഞ്ഞില്ല. നവ്യ രണ്ടും കേട്ടാണ് നേരെ അനന്തപുരി തറവാട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ നവ്യയുടെ ഈ മുഖഭാവവും ഒക്കെ കണ്ടിട്ട് ജലജയ്ക്കും അഭിക്കും ഏകദേശം പേടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, സത്യങ്ങൾ അറിഞ്ഞോ എന്ന്. അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ബാക്കി വിശേഷമായിട്ട് നമ്മൾ നാളെ വരാം കേട്ടോ. അപ്പം നാളെ ഫുൾ വിശേഷം ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ചെയ്തത് നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് നമ്മുടെ പത്തരമാറ്റിൻ്റെ, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വരുന്ന ഭാഗങ്ങൾ ചുരുക്കി ഇപ്പം ഞാൻ പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ ഒരാഴ്ച ഓടുന്ന കഥയാണ്. പിന്നെ നമ്മൾ ഫുൾ വിശേഷമായിട്ട് ഡെയിലി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.